കാഞ്ഞിരപ്പള്ളിയിൽ സ്വത്ത് തർക്കത്തിന്റെ പേരിൽ സഹോദരനെയും മാതൃ സഹോദരനെയും വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ജോർജ് കുര്യന് ഇരട്ട ജീവപര്യന്തം 20 ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചു. കോട്ടയം സെഷൻസ് കോടതിയുടേതാണ് വിധി. ടോബി ജോൺസൺ വിവരങ്ങളുമായി. ടോബി, ഈ ഇരട്ട കൊലപാതക കേസിൽ എന്താണ് പ്രതിയുടെ ശിക്ഷ? ഇരട്ട ജീവപര്യന്തമാണ്. അതായത് രണ്ടുപേരെ കൊലപ്പെടുത്തിയതിന് ഇരട്ട ജീവപര്യന്തം വിധിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റ് 449 ഭവനവേതനം, അതിന് 6 വർഷം, ഒപ്പം തന്നെ 506 ആയുധം ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തൽ, അതിന് 2 വർഷം, ഒപ്പം തന്നെ ആംസ് ആക്ട് 30 അതിന് 3 മാസം. അങ്ങനെയാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇത് പ്രത്യേകം ഈ ശിക്ഷ അനുഭവിക്കണമെന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 20 ലക്ഷത്തോളം രൂപ പിഴ ഒടുക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വധശിക്ഷയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. രണ്ടുപേരുടെ കൊലപാതകമാണ്. സഹോദരനെയും അതുപോലെ തന്നെ മാതൃ സഹോദരനെയും വെടിവെച്ച് കൊല്ലുകയായിരുന്നു. സ്വത്ത് തർക്കമാണ്. 2022 മാർച്ച് 7-ാം തീയതിയായിരുന്നു ഈ കൊലപാതകം നടന്നത്. അതിനുശേഷം നീണ്ട ഒരു അന്വേഷണം, 89 ദിവസം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. എന്തായാലും വിധി വന്നിരിക്കുന്നത്. വിധിയുടെ വിശദാംശങ്ങളുമായി പ്രോസിക്യൂട്ടർ CS അജയൻ തന്നെ ചേരുന്നുണ്ട്. സാർ, ഇത് പ്രതീക്ഷിച്ച പോലൊരു വിധി തന്നെയാണോ വന്നത്? അപ്രതീക്ഷിതമെന്ന് പറയാൻ പറ്റില്ല. വധശിക്ഷ നൽകാത്ത സാഹചര്യത്തിൽ ഈ കോടതിക്ക് നൽകാവുന്ന ഏറ്റവും ഉയർന്ന ശിക്ഷയാണ് നൽകിയിരിക്കുന്നത്. ഓരോ കൊലപാതകത്തിനും ഓരോ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. അതുകൂടാതെ 449 വകുപ്പ് അനുസരിച്ച് ഭവനവേതനത്തിന് 6 വർഷവും, അതുപോലെ ആളുകളെ ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ ഭീഷണിപ്പെടുത്തിയതിന് 2 കൊല്ലവും, ആംസ് ആക്ടിന് 3 മാസവും ശിക്ഷിച്ചു. അപ്പോൾ 8 വർഷവും. കാഞ്ഞിരപ്പള്ളിയിൽ സ്വത്ത് തർക്കത്തിന്റെ പേരിൽ സഹോദരനെയും മാതൃ സഹോദരനെയും വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതി ജോർജ് കുര്യൻ ഇരട്ട ജീവപര്യന്തം. അത് പ്രത്യേകം അനുഭവിക്കണമെന്നുള്ളതാണ് കോടതിയുടെ ഉത്തരവ്. വധശിക്ഷ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് കടുത്ത ശിക്ഷ അതല്ലെങ്കിൽ ലഭിക്കാവുന്നത് എന്നതാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ചൂണ്ടിക്കാട്ടുന്നത്. 20 ലക്ഷം രൂപ പിഴയും കോടതി വിധിച്ചിട്ടുണ്ട്.